പക്ഷെ എന്നെ കരിവാരി തേച്ചിട്ടുള്ള എന്റെ മക്കളുടെ കരിവാരി തേച്ചിട്ടുള്ള നിങ്ങളുടെ വീഡിയോസ് ഞാൻ സൈബർ സെല്ലില് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഓരോ അക്കൗണ്ടിന്റെ നമ്പറും കാര്യങ്ങളും വേറുള്ളതും എന്തൊക്കെ വീഡിയോസ് എന്നെ കുറിച്ച് ഇട്ടിട്ടുണ്ട് അത്രയും വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്യിപ്പിക്കും. ഇത്രയും ആൾക്കാരുടെ പേരിൽ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളായിട്ട് ചെയ്യണമെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ കേസ് വരും. അപ്പൊ നമ്മുടെ ഷാജിയുടെ ചാനലിന് കിട്ടാൻ പോകുന്നത് 8ന്റെ പണി. ഷാജിദക്കെതിരെ കേസുമായി ലോക മലയാളി സംഘടന. നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് 2 ദിവസം മുമ്പ് ഈ പറയുന്ന ഷാജി തനിക്കെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കെതിരെ ഭീഷണിയുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം, എന്നിട്ട് വിഷയത്തിലേക്ക് വരാം. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖം, അൽഹംദുലില്ലാഹ്. നമുക്ക് മക്കൾക്ക് സുഖമാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഇപ്പോ എന്റെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ്. ഒരുപാട് പേരായി അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വയറ്റിപ്പഴുപ്പാണെന്ന് മനസ്സിലായി. പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് ആവാനും ഒക്കെയാണ്. പക്ഷെ എന്നെ കരിവാരി തേച്ചിട്ടുള്ള എന്റെ മക്കളുടെ കരിവാരി തേച്ചിട്ടുള്ള നിങ്ങളുടെ വീഡിയോ തുടങ്ങി. എന്റെ മക്കളെ കരിവാരി തേച്ച്, എന്നെ കരിവാരി തേച്ച് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഷാജിദിന്റെ മക്കൾ ആരാണ് പറയുന്നത്? ആരും പറയുന്നില്ല. ഇവിടെ മാക്സിമം ഷാജിദക്കെതിരെ സംസാരിക്കുന്ന എല്ലാവരും മക്കളെ അതിൽ നിന്ന് ഒഴിച്ചു നിർത്താറാണ് പതിവ്, അല്ലെ? മാക്സിമം എല്ലാവരും ഷാജിദയെ കുറിച്ച് മാത്രം പറയാൻ ശ്രമിക്കാറാണ് പതിവ്. പക്ഷെ അപ്പോഴും ഷാജിദ ലൈവിൽ ഒന്ന് പറയുന്നത് എന്താണ്? എന്റെ മക്കളെ പറയുന്നത്, എന്റെ എത്തിയമായ മക്കളെ പറയുന്നത് എന്നാണ്. ഒരു തരം വിക്ടിം കാർഡ് ഇറക്കലാണ്, അല്ലെ? ആ പാവപ്പെട്ട 5 പൈത മക്കളെ വെച്ച് സഹതാപ തരംഗം സൃഷ്ടിക്കുക. അതിന് വേണ്ടിയിട്ടാണ് മക്കളെ കുറിച്ച് ആരും പറഞ്ഞില്ലെങ്കിൽ കൂടിയും എന്റെ മക്കളെ പറഞ്ഞെന്നും പറഞ്ഞ് കരഞ്ഞു നിലവിളിക്കുന്നത്. എന്തായാലും കൊള്ളാം ഷാജിദ, ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല എന്ന് കരുതരുത് കേട്ടോ. പിന്നെ ഇവിടെ ഷാജിദയും ആരും കരുവാരി തേച്ചിട്ടില്ല. ഷാജിദ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്ന് കാണിച്ചു കൂട്ടുന്ന ഓരോ കാട്ടപരാധങ്ങൾക്കെതിരെ ജനങ്ങൾ സംസാരിക്കുന്നു, ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതല്ലാതെ ഷാജിദയെ വ്യക്തിഹത്യ ചെയ്യണം, ഷാജിദയോടുള്ള വൈരാഗ്യം തീർക്കണം എന്ന് വിചാരിച്ച് ആരും ഇവിടെ ഒന്നും പറയുന്നില്ല, അല്ലെ? തനിക്കെതിരെ സംസാരിക്കുന്നവരൊക്കെ അങ്ങനെ വാക്കിയെടുത്താലല്ലേ ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ ഷാജിദ? എന്തായാലും ഐഡിയ കൊള്ളാം, ബാക്കി പറഞ്ഞാട്ടെ. വീഡിയോസ് ഞാൻ സൈബർ സെല്ലില് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഓരോ അക്കൗണ്ടും കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. എന്റെ എളാമാന്റെ മോൻ സിനാനെ ഞാൻ ഇന്നലെ പോയി അവനെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് സിഐനെ കൊണ്ട് ഞാൻ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ അക്കൗണ്ടിന്റെ നമ്പറും കാര്യങ്ങളും വേറുള്ളതും എന്തൊക്കെ വീഡിയോസ് എന്നെ കുറിച്ച് ഇട്ടിട്ടുണ്ട് അത്രയും വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്യിപ്പിക്കും. ഇത്രയും ആൾക്കാരുടെ പേരിൽ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളായിട്ട് ചെയ്യണമെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ കേസ് വരും. ഓ, പേടിപ്പിച്ച് അങ്ങ് മൂക്കി കയറ്റല്ല ഷാജിദ. കേസ് വരണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനു വേണ്ടി ഷാജിദ പോലീസ് സ്റ്റേഷനിൽ പോകണം. എന്നിട്ട് ഷാജിദക്കെതിരെ വീഡിയോ ചെയ്തവർക്കെതിരെയൊക്കെ കേസ് കൊടുക്കണം. എന്തിനാണെന്നല്ലേ, കേസ് കൊടുക്കുന്ന സമയത്ത് പോലീസുകാർ പ്രൂഫ് ചോദിക്കല്ലോ. അപ്പൊ അന്നേരം നമ്മളെല്ലാവരും ഷാജിദക്കെതിരെ ചെയ്ത വീഡിയോ ഷാജിദ പോലീസ് സ്റ്റേഷനിൽ കാണിക്കണം. അപ്പൊ പോലീസുകാർക്ക് ബോധ്യപ്പെടും ഇത്രയും കാട്ടപരാധം കാണിച്ചു വെച്ചിട്ടാണ് ഇവള് കേസ് കൊടുക്കാൻ വന്നേക്കുന്നതെന്ന്. എന്നിട്ട് അത് പോലീസുകാർ തന്നെ തിരിച്ച് ഷാജിദന്റെ മുഖത്ത് നോക്കി പറയുകയും വേണം. അതുകൊണ്ട് എന്തായാലും ഷാജിദ തനിക്കെതിരെ വീഡിയോ ചെയ്തവർക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പോലീസുകാരും കൂടി കാണട്ടെ ഷാജിദന്റെ ഈ കാട്ടപരാധങ്ങളൊക്കെ. പിന്നെ മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കാൻ നിൽക്കുന്ന ഷാജിദന്റെ പോലത്തെ അവസ്ഥയൊക്കെ നല്ലോണം അറിയാം. ഇപ്പൊ ഷാജിദന്റെ ഉമ്മയാണെങ്കിലും അയൽവാസികളാണെങ്കിലും ഷാജിദക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. കാരണം സ്വന്തം വീട്ടുകാരെയും നാട്ടുകാരെയും അത്രയും പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾക്കെതിരെ നാട്ടിലുള്ള പലരും ഇവള് കാരണം മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് കാരണമായി അവളുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിപ്പിക്കുമ്പോൾ എല്ലാം അവള് പോകാറില്ല, മുങ്ങി നടക്കാറാണ് പതിവ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാജിദയുടെ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചാൽ മതിയാകും. എന്തോ നെല്ലിക്കുത്ത് എങ്ങാനുമാണ് ആ പോലീസ് സ്റ്റേഷന്റെ പേര്. അങ്ങനെയുള്ള ആളാണ് മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കാൻ നടക്കുന്നത്. ഇതൊക്കെ ഞാൻ അവരുടെ അയൽവാസികളിൽ നിന്നും മറ്റുമൊക്കെ അറിഞ്ഞ കാര്യമാണ് കേട്ടോ. എന്തായാലും എനിക്കിവിടെ ഷാജിദയോട് പറയാനുള്ളത്, ആദ്യം നാട്ടിൽ നിന്ന് വിളിക്കുന്ന കേസിനൊക്കെ പോയിട്ട് അതൊന്ന് ഒത്തു തീർപ്പാക്ക്. എന്നിട്ട് മതി മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കാൻ പോകലൊക്കെ. പിന്നെ ഏതോ തനിക്കെതിരെ വീഡിയോ ചെയ്ത് അളാമാന്റെ മോന്റെ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചു എന്നൊക്കെ ഷാജിദ പറയുന്നുണ്ട്, അല്ലേ? അവൻ ഷാജിദക്കെതിരെ ചെയ്ത വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അവൻ അതിനെന്തോ മക്കളെ കലക്കിക്കൊണ്ട് ചെറിയ പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. മേ ബി അതൊക്കെ കണ്ട കാരണമാകാം പോലീസ് റിമൂവ് ചെയ്യാൻ പറഞ്ഞത്. അതല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ ആകാം വിട്ട് കളഞ്ഞേക്കുന്നുള്ള രീതിയിൽ. എന്തായാലും അതുപോലെ മറ്റുള്ളവരുടെ ചാനലിൽ നിന്നും ഷാജിദക്കെതിരെ ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യിപ്പിക്കാമെന്ന് ഷാജിദ കരുതണ്ട. കാരണം ഷാജിദ ഇവിടെ ആരും കരിവാരി തേച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിയമ നടപടി വരാനും പോകുന്നില്ല. ശരിക്കും ഞാനടക്കമുള്ള ആളുകൾക്ക് ഷാജിദക്ക് അങ്ങോട്ട് കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട്. അറിയാലോ, വ്യാജ പോലീസും ചമഞ്ഞ് എന്റെ ജോലി സ്ഥലത്ത് വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്തിയതൊക്കെ. അതിനൊക്കെ ശരിക്കും കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട്. വല്ലാണ്ട് എനിക്കെതിരെ കളിക്കുകയാണെങ്കിൽ തിരിച്ച് അങ്ങോട്ട് ഒരു കേസ് ഞാൻ കൊടുക്കും. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ് വെച്ചെന്ന് പറയുന്നത്. എന്തായാലും ഷാജിദയുടെ ഭീഷണിയുടെ പിന്നാലെ എന്ത് സംഭവിച്ചെന്ന് അറിയോ? വേൾഡ് മലയാളി കൗൺസിൽ ഷാജിദക്കെതിരെ തിരിച്ച് അങ്ങോട്ടൊരു കേസ് കൊടുത്തു. അതിൽപ്പെട്ട ഒരാളുടെ ഒരു വോയിസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. ഒരു യൂട്യൂബർ കുട്ടികളെ അടുത്തിരുത്തിക്കൊണ്ട് തെറി വിളിക്കുന്നു, കുട്ടികളെ ഗുണ്ടകളായി വളർത്തു എന്ന് പറയുന്നു. ഇത് ശരിക്കും ഇതിനെ കോടതി വഴി കേസെടുക്കാനുള്ള വകുപ്പുള്ളതാണ്.
സാമൂഹ്യ ദ്രോഹമാണ് ആ ചെയ്യുന്നത്. സമൂഹത്തിലേക്ക് തെറ്റായ പ്രവണത അതല്ലെങ്കിൽ തെറ്റായ മെസ്സേജുകൾ നൽകുന്ന യൂട്യൂബുകൾക്ക് താഴെ ഇടാനുള്ള ലോക്ക് ഇടാനുള്ള നിയമം അതിനകത്തുണ്ട്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്, ഞാൻ വായിച്ചു, ഞാനത് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും നിയമ നടപടികളുമായിട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്. നല്ല കാര്യം. ഇതിനൊക്കെ ഈ രീതി തന്നെ നേരിടണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 5 മക്കളുടെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. ലൈവിൽ വന്നിരുന്നു സ്വന്തം അയൽവാസികൾ വെല്ലുവിളിക്കാണ്, എന്റെ മക്കള് വലുതായി കഴിഞ്ഞാണെങ്കിൽ അവരെ വിട്ട് ഞാൻ നിന്നെ തല്ലിപ്പിക്കുമെന്നൊക്കെ. നമ്മൾ ആ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തതാണ് അല്ലേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. അതൊക്കെ കണ്ടിട്ട് ശരിക്കുണ്ടല്ലോ ഞാൻ ഞെട്ടിത്തരിച്ചിരുന്ന് പോയിക്കുന്നു. എങ്ങനെയാണ് ഒരു അമ്മക്ക് മക്കളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് അല്ലേ? ഇപ്പൊ എന്റെ വീട്ടിൽ 3 മക്കളുണ്ട്, എന്റെ തതക്ക് 3 മക്കളാണ്. അവരൊക്കെ നമ്മൾ അത്രയും കരുതലോട് കൂടിയാണ് വളർത്തുന്നത്. അങ്ങനെയൊക്കെയുള്ള നമ്മൾ ഇതൊക്കെ കാണുന്ന സമയത്ത് എങ്ങനെ സാധിക്കുന്നെന്നാണ് ഓർത്തു പോകുന്നത്. ഇങ്ങനെയാണെങ്കിൽ ആ മക്കൾ വളർന്നു കഴിഞ്ഞാൽ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഭീകരം തന്നെയായിരിക്കും കേട്ടോ. ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെയൊക്കെ തന്നെയാണ് ശരിക്കും നിയമ നടപടി എടുക്കേണ്ടത്. എന്തായാലും വളരെ നല്ല കാര്യം തന്നെ. ബാക്കിയോട് കേട്ടോക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പേറ്റന്റ് ഇല്ലാതെ, ഒരു ട്രേഡ് മാർക്ക് ഇല്ലാതെ ഒരു ക്രീമുകളും വിപണിയിൽ വിൽക്കാൻ നമുക്ക് അനുവാദമില്ല. അങ്ങനെ ഇരിക്കെ ഇങ്ങനെയുള്ള ലോക്കൽ ക്രീമുകൾ ചാന്ദിനി ചൗക്കിൽ 110 രൂപയ്ക്കും 160 രൂപയ്ക്കും വിൽക്കുന്ന ക്രീമുകള്, സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുന്ന ക്രീമുകൾ സ്വന്തം പേരിൽ, ഒരിക്കലും ഒരാൾക്കും സ്വന്തം പേരിൽ ഒരു സാധനം ട്രേഡ് മാർക്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ആ പേരിൽ ട്രേഡ് മാർക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക. ആ ക്രീം ഇടുന്നതിന് മുമ്പ് 450 രൂപയുടെ ക്രീം 900 1000 രൂപയ്ക്ക് വിൽക്കുന്നു. ശരി, അവർ ജീവിച്ചോട്ടെ. പക്ഷെ അവര് സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ കുറെ മെസ്സേജുകളുണ്ട്. ആ മെസ്സേജുകൾ അനുസരിച്ച് ഇവരുടെ പേരിൽ നിയമ നടപടി എടുക്കാനുള്ള കോടതിക്ക് അവകാശമുണ്ട്. ഇവരുടെ ചാനൽ പൂട്ടാനുള്ള. ഓക്കെ, നിയമ നടപടിന്റെ കാര്യം ഓക്കെ, പക്ഷെ ചാനൽ പൂട്ടുന്ന കാര്യം അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നടക്കണമെങ്കിൽ യൂട്യൂബും കൂടി വിചാരിക്കണം. എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണെങ്കിൽ യൂട്യൂബ് അത്ര പെട്ടെന്നൊന്നും ഒരു ചാനലും അങ്ങ് ടെർമിനേറ്റ് ചെയ്ത് കളയില്ല. അത്രയും എക്സ്ട്രീം ആയി പോയാൽ മാത്രമേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇടയ്ക്ക് എന്താ ഇവിടെ ക്രീമിന്റെ കാര്യം പറഞ്ഞല്ലേ, അറിയാലോ, ഷാജീസ് ബ്യൂട്ടി ക്രീം എന്ന് പറഞ്ഞുകൊണ്ട് ഷാജിദ് ഇപ്പോൾ ഒരു ക്രീം വെക്കാൻ നടക്കുന്നുണ്ട്, വെളുത്തിട്ട് പറയുന്ന ക്രീം. ആക്ച്വലി നമ്മൾ അതിനെക്കുറിച്ച് ഇത്രയും കാലം മിണ്ടാതിരുന്നതാണ്. എന്തെങ്കിലും കാണിച്ച് പൊക്കോട്ടെ എന്ന് വിചാരിച്ച്. ഇത്തരം ക്രീമുകൾ ഉപയോഗിച്ചാലുള്ള ദൂഷ്യഫലങ്ങളെ കുറിച്ച് നമ്മൾ മുമ്പ് ഒരുപാട് തവണ ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ടുണ്ട് അല്ലേ. കിഡ്നി വരെ അടിച്ചു പോകും ഇത്തരം ക്രീമുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാണെങ്കിൽ. പക്ഷെ എന്നിട്ടും ഇത്തരം ക്രീമുകൾ സാധ്യത പ്രൊമോട്ട് ചെയ്തപ്പോൾ നമ്മൾ മിണ്ടാതിരുന്നത് പോട്ടെ എന്ന് കരുതിയാണ്. ലാസ്റ്റ് അത് പറയും, എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലേ, എന്നെ ക്രീം വിൽക്കാൻ അനുവദിക്കുന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട്. അതൊന്നും കേൾക്കാൻ വയ്യ. അതുകൊണ്ടാണ് എന്തായാലും ഇപ്പോഴെങ്കിലും അതിനെതിരെ നിയമ നടപടിയുമായി വന്നല്ലോ, നല്ല കാര്യം. ബാക്കി കേട്ടോ. അതിന് ശക്തമായ നടപടി തന്നെ വേണ്ടി വരും. കാരണം ഇവര് സ്വന്തം അമ്മയെ വിളിക്കുന്നതും തെറി വിളിക്കുന്നതും, പിന്നെ നാട്ടുകാരോട് പറയുക അമ്മയെ കൊണ്ട് നോക്കിക്കോളാന്. ഇവളുടെ ഈ സ്ത്രീയുടെ അമ്മയെ നോക്കലാണോ നാട്ടുകാരുടെ ജോലി? പ്രസവിച്ച് അവർ ഇത്രയും വളർത്തിയത് ഇവളെയല്ലേ, അതോ നാട്ടുകാരെയാണോ? പിന്നെ ആ ആമ്പിള്ളാരാണ്. ആമ്പിള്ളാരെ ഞാൻ ഗുണ്ടയായിട്ട് വളർത്തിയിട്ട് ഞാൻ കാണിച്ചു തരും. ഇതൊക്കെ പറയുന്നത് ശക്തമായ നടപടി, അതിനെതിരായിട്ട് ഒരു ശക്തമായ നടപടി കോടതി എടുക്കണം. അതിന്റെ കേസ് ആയിട്ട് മുമ്പോട്ട് പോകാൻ ഒരു സംഘം ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന ഒരു സോഷ്യൽ സംഘടനയുണ്ട് ഇവിടെ. നമ്മൾക്ക് സോഷ്യൽ, അതായത് നമുക്ക് സമൂഹത്തിനോടൊരു ബാധ്യത. ഓക്കെ, നല്ല കാര്യം. സമൂഹത്തിൽ ഇത്തരം ബാധ്യതകൾ നിറവേറുന്നത് നല്ല കാര്യം തന്നെ. പറ്റുമെങ്കിൽ ഇവൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് ആ മക്കളെ ഇവളിൽ നിന്നും അകറ്റി വല്ല എത്തിങ്ങാനയിലും കൊണ്ടുപോയി വളർത്തുന്നത് നല്ലതായിരിക്കും. അങ്ങനെയെങ്കിൽ അത് ആ മക്കളോട് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും. കാരണം അവളുടെ അടുത്ത് മക്കൾ നിൽക്കുന്ന ഓരോ നിമിഷവും ഡേഞ്ചറാണ്. കാരണം ആ രീതിയിലാണ് അവളെ മക്കളെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലോചിക്കുമ്പോൾ തന്നെ പേടിയാക്കാണ്. ബാക്കി നോക്കാം. ഈ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവര് ഇത് കേട്ട് രസിക്കുന്നു, ചിരിക്കുന്നു, കാര്യങ്ങളെല്ലാം കേൾക്കുന്നു. നാളെ 15 പേര് അല്ലെങ്കിൽ 150 പേര് ഇത് കേൾക്കുമ്പോൾ അതിനകത്ത് ഒരു 50 പേര് ബുദ്ധിയില്ലാത്തവര് ഇതൊക്കെ തന്നെ ചെയ്യും. പിന്നെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവര് എന്താണ്, വിവരമില്ലായ്മയാണോ, എന്താണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ഇത് കോടതി മുഖാന്തരം തന്നെ ഇവളുടെ പേരിൽ നിയമ നടപടികൾ എടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും അതിനൊരു നിയമസഹായം തേടിയിട്ടുണ്ട്. തീർച്ചയായും അടുത്ത ദിവസങ്ങളിൽ ആ കേസുമായിട്ട് മുമ്പോട്ട് പോകും. പിന്നെ എനിക്കെതിരെ വീഡിയോ ചെയ്തവരെയൊക്കെ അങ്ങ് മൂക്കി വലിച്ചു കയറ്റുമെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. വിവരക്കേടാണത്. പുള്ളിക്കാരി തന്നെ ജയിലിൽ പോകാനും ഈ ചാനൽ പൂട്ടാനുള്ള എല്ലാ ഇതുകളും അതിനകത്തുണ്ട്. ഇത്രയും കണ്ടന്റ് തന്നെ മാത്രം മതി അവളുടെ ചാനൽ പൂട്ടാനായിട്ട്. വരും ദിവസങ്ങളിൽ ഞങ്ങൾ അതിനുള്ള ഒരുക്കത്തിൽ തന്നെയാണ്. വരും ദിവസങ്ങളിൽ തന്നെ അതുണ്ട്. ഓക്കെ, നല്ല കാര്യം. എനിക്ക് പക്ഷെ ഇവിടെ പറയാനുള്ളത് വെറും വായ്ത്താളം മാത്രമാവരുത്, നിയമ നടപടി സ്വീകരിക്കുക തന്നെ വേണം. കേസ് കൊടുക്കുമെന്നും പറഞ്ഞാൽ ആ വൈക്ക് പോയിട്ട് പിന്നെ കാണാത്ത അവസ്ഥ വരരുത്. ഒരുമാതിരി ഇലക്ഷന്റെ സമയത്ത് രാഷ്ട്രീയക്കാർ വരുന്ന പോലെ. അല്ല, ഇവിടെ മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ പലരും പലതും വന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അവരൊന്നും കണ്ടിട്ടില്ല. അതേമാതിരി ആവരുത്. എന്തായാലും സംസാരിച്ച ആൾ എടുക്കൊരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ, ഇവിടെയൊക്കെ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുള്ളത്.
സത്യമാണത്. എന്ത് കണ്ടിട്ടാണ് ഇവളൊക്കെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ എടുക്കുന്ന വേൾഡ് ഒരു ലൈവ് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ കമന്റ് ബോക്സ് എജാജി സപ്പോർട്ട് ഇഷ്ടം, ഷാജിദ് ഇതുപോലെ മുന്നോട്ട് പോകണം, ആൾക്കാർ പലതും പറയും, അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ കമന്റുകൾ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എങ്ങനെയാണ് ആൾക്കാർക്ക് ഇവളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുള്ളതാണ്. അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഇവളെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന്. ഒരിക്കലും മാന്യതക്കും മര്യാദക്കും ജീവിക്കുന്ന ഒരാൾക്കും ഇവളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നത്തില്ല. ഇവളെ പോലെ ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവരും ഇവളുടെ മെന്റാലിറ്റി ഉള്ളവരാണെന്ന് പറയേണ്ടി വരും. അത് തന്നെയാണല്ലോ ഇവിടെ ഷാജിദ വളായിട്ട് എടുക്കുന്നത്. എന്ത് പറഞ്ഞാലും തന്നെ കൈയടിക്കാനും സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നൊരു ചിന്താഗതി ഷാജിദക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് വന്ന് ലൈവിൽ വിളിച്ച് പറയുന്നത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.